ഒരു രസകരമായ ഒരു സവിശേഷത ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കുന്നംകുളം കേസിലും, അതായത് പോലീസ് അട്രോസിറ്റി ആ ആ ആ കേസിലും, അതേപോലെ തന്നെ പീച്ചി പോലീസ് സ്റ്റേഷനിലെ ഔസേഫിൻ്റെ ആ ആ കേസിലെ സംഭവത്തിനെയും സംബന്ധിച്ചുള്ള CCTV വിഷ്വൽസ് ആൾക്ക് കിട്ടി, ദൃശ്യങ്ങൾ കിട്ടി. ആ ദൃശ്യങ്ങൾ കിട്ടി, മാധ്യമങ്ങൾ അതെല്ലാം റിപ്പോർട്ട് ചെയ്തു. മാധ്യമങ്ങളത് മറയ്ക്കാതെ തന്നെ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. അതിന് നല്ല ഒരു വലിയ ഒരു ജനപിന്തുണ പോലും അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാധ്യമങ്ങളുടെ റേറ്റിങ്ങിന് പോലും യഥാർത്ഥത്തിൽ വലിയൊരു കാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് അങ്ങോട്ട് കൈ കിട്ടി. കുന്നംകുളം കേസിലെ പ്രത്യേകിച്ചും അത് സുജിത്തിനെ ഈ ഉപദ്രവിക്കുന്ന ആ ദൃശ്യങ്ങൾ വെളിയിൽ വന്നതോടെ ഒരുപാട് ആളുകളാണ് ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ട് ഈ CCTV ദൃശ്യങ്ങൾ പല പോലീസ് സ്റ്റേഷനിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നത് ഒന്നുകിൽ അതാത് സൂപ്രണ്ട് ഓഫ് പോലീസ് സൂപ്രണ്ടുമാർ, അല്ലെങ്കിൽ കമ്മീഷണർമാർ, പോലീസ് കമ്മീഷണർ, സിറ്റി ആണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർമാർ, ഇവരാണ് ഈ നിർദ്ദേശം ഇതിന് കൊടുക്കുന്നെങ്കിൽ മിക്കവാറും ഇവരെന്തായെന്നറിയോ, ഇതങ്ങ് നിരാകരിക്കും, കൊടുക്കുകയല്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ യവന്മാരെ എടുത്തിട്ട് ഇടിച്ചേക്കുന്നത് വെളിയിൽ വരും, ആളുകൾ അറിയും. അത് മനസ്സിലാക്കരുത്. ഇടി കിട്ടിയവൻ അത് വാങ്ങിച്ചുകൊണ്ട് അനങ്ങാതിരുന്നോണം. ഇവരെയൊക്കെ ധാരണ അതാണ്. ഇടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ട് അവൻ പോയി ഇരുന്ന് കരഞ്ഞുകൊണ്ട് അവർ തടവിക്കൊണ്ട് അവൻ വീട്ടിൽ ഇരുന്നോണം. അല്ലാതെ ഇതിന് നിയമ നടപടിക്കൊന്നും പോകരുത്. അതുകൊണ്ട് കഴിയുന്നത് ഇത് കൊടുക്കുകയല്ല. എന്നാൽ സുപ്രീം കോടതിയുടെയൊക്കെ നിർദ്ദേശമുള്ളത് മനസ്സിലാക്കണം. അതായത് ആവശ്യപ്പെട്ട 48 മണിക്കൂറിനകം ഇതിൻ്റെ ഇൻഫർമേഷൻ, അതായത് ഇതിൻ്റെ വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ ആളുകൾക്ക്, അപേക്ഷകർക്ക് കൊടുക്കണം എന്ന് നിർദ്ദേശമുള്ളതാണ്. അതെല്ലാം മറച്ചു വെച്ച്, അതെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കാതിരിക്കുന്നത്. ഇത് കൊടുക്കാതിരിക്കുന്നതിന് പറയുന്ന കാരണങ്ങൾ എന്താണെന്നറിയോ? അതാണ് വളരെ വിചിത്രം. അപ്പോൾ പറയും പോക്സോ കേസിലെ സാക്ഷികളും അവരൊരുമൊക്കെ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട്, അതുകൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വിഷ്വൽസൊക്കെ അതിൽ വരും, അതുകൊണ്ട് വലിയ പ്രശ്നമാവും. അപ്പോൾ അത് കൂടാതെ അടുത്തത് പറയുന്ന വർത്തമാനം, അല്ലെങ്കിൽ മാവോയിസ്റ്റ് അവരുടെ ആ കേസുകളെ സംബന്ധിച്ചുള്ള സാക്ഷികളും ഒക്കെ ഇതിനകത്ത് വരും. അതൊക്കെ വലിയ ബന്ധപ്പാടിനിടയാക്കും. അത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളായിട്ട് മാറും. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് കയറി അങ്ങ് തർക്കിക്കും. ഇതിനിപ്പോൾ ഏതാണ്ട് 56ഓളം അപ്പീലുകൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച്, അതായത് ഇത് കൊടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് വിവരാവകാശ നിയമം അനുസരിച്ചുള്ള അപ്പീലുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. കമ്മീഷണറുടെ അടുത്ത്, വിവരാവകാശ കമ്മീഷണറുടെയും അതായത് ചീഫ് കമ്മീഷണർ, മറ്റ് കമ്മീഷണറുടെ അടുത്ത്, കമ്മീഷണർമാരുടെ അടുത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങോട്ട് പിടി വന്നു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഔസേഫിൻ്റെ കേസിൽ ഇതേപോലെ കൊടുക്കാനായിട്ട്, അതായത് ലവ്ലി ഗ്രൂപ്പിലെ ഔസേഫിൻ്റെ കേസിൽ ഇത് കൊടുക്കാൻ ഉത്തരവ് വന്നു. ഇത് കൊടുക്കാൻ ആദ്യം ഒരു അപ്പീലിൽ അത് ഒരാൾ കൊടുത്തെങ്കിലും അത് കൊടുത്തില്ല. വീണ്ടും രണ്ടാമതൊരു അപ്പീൽ കൊടുത്തപ്പോൾ അടുത്ത കമ്മീഷണർ ഓർഡർ ചെയ്തു, നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിവൃത്തിയില്ലാതെ ഇത് കൊടുക്കേണ്ട ഗതികേട് വന്നു. അപ്പോൾ ഇത് കൊടുക്കേണ്ട ഗതികേട് വന്നു കഴിഞ്ഞപ്പോൾ ഇതങ്ങ് കൊടുത്തുപോയല്ലോ. കൊടുത്തുപോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ADGP ശ്രീജിത്തിന് ഒരു ബോധോദയം ഉണ്ടായി. അതായത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായാലും ഇത് നാട്ടുകാർ കാണും. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഇത് പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാവും. ശ്രീജിത്തെ, ഞാൻ പറയട്ടെ, എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളാണ് ശ്രീജിത്ത്. ഈ നാണക്കേടുണ്ടാക്കുമെങ്കിൽ ശ്രീജിത്ത് പറയേണ്ട എന്താ, നീ ഒന്നും ആളുകളെ എടുത്തിട്ട് ഇടിക്കരുത്, തുടരുത്, പ്രശ്നമാവുമെന്ന് പറയണ്ടേ. അതിന് പകരം ശ്രീജിത്ത് പറഞ്ഞ എന്താണ്, നിങ്ങൾ ജാഗ്രത പുലർത്തണം. ഈ വാക്ക് ശ്രീജിത്തിന് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, എപ്പോഴും ഉപയോഗിക്കുന്നത് ജാഗ്രത കുറവ്. കേട്ടില്ലേ? എന്ത് അനാവശ്യ തോന്നിവാസം കാണിച്ചാലും പറയുന്നത് എന്താ, ഒരു ജാഗ്രത കുറവുണ്ടായി. അങ്ങനെ ജാഗ്രത കുറവല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ജാഗ്രത കുറവ് ഉണ്ടാകരുത് എന്ന് ശ്രീജിത്ത് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് സെപ്റ്റംബർ പറഞ്ഞാണ് ഒരു സർക്കുലർ ഇറക്കി ശ്രീജിത്ത്. എന്താണെന്നറിയോ അത് പറഞ്ഞത്? ജാഗ്രത കുറവിൻ്റെ കാര്യം പറഞ്ഞ എന്താണെന്നറിയോ ജാഗ്രത കുറവ് ഉണ്ടാവരുതെന്ന് പറഞ്ഞത്? അതായത് നീയൊക്കെ കൊണ്ടിട്ട് ഇടിച്ചാൽ CCTV ഇല്ലാത്തടത്ത് കൊണ്ടിട്ട് ഇടിച്ചോണം, അതാ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും അല്ല ജാഗ്രത കുറവെന്ന് പറയുന്നത്. അത് ഇഷ്ടംമാതിരി CCTV ഇല്ലാത്തടത്ത് കൊണ്ടിട്ട് ഇടിച്ചോ, ഒരു കുഴപ്പമില്ല. CCTV ഉള്ള ഭാഗത്തെങ്ങും കൊണ്ടിട്ട് ഇടിക്കരുത്.
ഇതാ പറഞ്ഞേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് അന്ന് സെപ്റ്റംബറിൽ ഉത്തരവ് ഇറങ്ങി. അത് ഉത്തരവ് ഈ സർക്കുലർ ഇറക്കി. ആ ഇറക്കാനുള്ള കാരണം എന്താ അറിയാമോ? ഔസേഫിന് ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ എടുത്തിട്ട് താങ്ങുന്നതിൻ്റെ ഈ സംഭവം ഇത് കിട്ടിയിട്ടുണ്ട്. അത് പോലീസ് സേനയ്ക്ക് ആകെ ഇത് പുറത്തു വന്നാൽ അത് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാവും. ഇത് അതുകൊണ്ട് മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ പോലീസിന് അവമതിപ്പുണ്ടാകും. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞാൽ, നീയൊക്കെ വീട്ടിൽ നിന്ന് പിടിക്കുമ്പോൾ ഈ അന്നേരം അവിടെ ഇട്ട് ഇടിച്ചോണം, അല്ലെങ്കിൽ വണ്ടിയിൽ എടുത്തിട്ട് ഇടിച്ചോണം. അതിലൊന്നും CCTV ഇല്ലല്ലോ. അല്ലെങ്കിൽ റോഡിലിട്ട് ഇടിച്ചോണം, CCTV ഇല്ലാത്തവ നോക്കി. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തൊക്കെ ഇവർക്ക് അതിനുള്ള ഇടിമുറികളും ഒക്കെ നടക്കുന്നിടമുണ്ട്, CCTV ഇല്ലാത്ത ഭാഗങ്ങൾ, അവിടെ കൊണ്ടിട്ട് ഇടിച്ചോണം എന്നുള്ള ഒരു ധ്വനിയാണ് അതിൽ നീ ജാഗ്രത വേണം എന്ന് കൊടുക്കാൻ കാരണം. ഇതേ ജാഗ്രത കുറവിനെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടാവണം എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ പോലീസ് മേധാവി DGPയുടെ സർക്കുലർ ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് വന്നു കേട്ടോ. ഇതുപോലെ കിട്ടി, എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. ജാഗ്രത വേണം, പാലിക്കണം. കാരണം ഇങ്ങനെ വന്നേക്കുന്നു, അങ്ങനെ വന്നു, ഇനി വരരുത്, ഈ ജാഗ്രത. അപ്പം ഞാൻ പറയുന്നത് എന്തോന്നറിയോ, അതായത് ജാഗ്രത പാലിക്കേണ്ടത് നിങ്ങൾ ഈ CCTV പതിയാതെ യവന്മാരെ എടുത്തിട്ട് ഇടിച്ചോ, അല്ലെങ്കിൽ അടിച്ചോ, എന്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ചവിട്ടിക്കോ, ഇതാണല്ലോ ഉത്തരവ് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു സർക്കുലർ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ സർക്കുലർ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ജനങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട നിങ്ങളെ യവന്മാരെടുത്തിട്ട് ഇടിക്കുമ്പോഴും ചവിട്ടുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ, CCTV ഇല്ലാത്തടത്താണെങ്കിൽ നിങ്ങൾ തിരിച്ച് ചവിട്ടണം അവനെ, അല്ലെ തിരിച്ച് ഇടിക്കണം. കാരണം അത് നിങ്ങളുടെ പ്രൈവറ്റ് ഡിഫൻസ് ആണ്, നിങ്ങൾക്ക് കിട്ടുന്ന അവകാശമാണ്, നിയമം അനുശാസിക്കുന്ന അവകാശമാണ്. നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ ശരിയായ രീതിയിൽ ഉള്ള ഫോഴ്സോട് കൂടി നിങ്ങൾക്ക് അതിനെ ചെറുക്കാം. അല്ലാതെ പോലീസുകാരെ വെറുതെ എടുത്തിട്ട് അടിക്കാനല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളുടെ കരണക്കുറ്റിക്ക് ഒരുത്തനെ അടിച്ചാൽ നിങ്ങൾ ഗാന്ധിജിയൊന്നും അവൻ്റെ കാര്യമില്ല, അടുത്ത കരണം കാണിച്ചു കൊടുക്കണ്ട, വീണ്ടും ഒന്നുകൂടെ തല്ലിക്കോളായി അവന്മാർ പിന്നെയും തല്ലും. അപ്പം നിങ്ങൾ എന്തോ ചെയ്യും? അപ്പം അതിന് ചെയ്യേണ്ടത്, നിങ്ങളുടെ കരണക്കുറ്റിക്ക് ഒരുത്തനെ അടിച്ചാൽ CCTV ഇല്ലാത്തതാണോ എന്ന് നിങ്ങൾ നോക്കണം, തിരിച്ചു കൊടുക്കണം, കരണക്കുറ്റിക്ക് വരണം അവന്. അതേപോലെ കൊടുക്കണ്ടേ. നിങ്ങളെ ചവിട്ടിയാൽ കിടന്നാലും നിങ്ങളെ ഈ വണ്ടിയിലെടുത്തിട്ട് ഇടിച്ചാലും എന്തായാലും യവന്മാർ ഇടിക്കുമല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കഴിയുന്നിടത്തോളം യവന്മാർക്കും കൂടെ തിരിച്ചു കൊടുക്കണം. അതേപോലെ അത് നിങ്ങളുടെ പ്രൈവറ്റ് ഡിഫൻസ് ആണ്, അതാണ് വേണ്ടത്. അപ്പോൾ ഈ സർക്കുലറാണ് ഞാൻ ഇറക്കുന്ന സർക്കുലർ. എനിക്ക് നാണക്കേട് തോന്നി ഈ സർക്കുലറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. എന്നാൽ അവിടെ അടിക്കരുതെന്നല്ല, പോലീസ് ജാഗ്രത കാണിക്കണം, നാണക്കേടുണ്ടാവും, അവമതിപ്പുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇടിച്ചോളാൻ അതാണ് ഈ കൊടുത്തേക്കുന്നത്. നാണക്കേടല്ലേ ശ്രീജിത്ത് നിങ്ങൾ ചെയ്തത്? ഇനി ഇത് മാത്രമല്ല, ഔസേഫിൻ്റെ കേസിൽ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞുള്ള അപ്പീലുണ്ടല്ലോ, ശ്രീജിത്ത് നേരിട്ടാണ്, ADGP നേരിട്ടാണ് പോയി അവിടെ അപ്പിയർ ചെയ്തത് കമ്മീഷണർ അടുത്ത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പോക്സോ കേസിലെ ആളുകൾ കാണും, അതുപോലെ മാവോയിസ്റ്റുകളുടെ കേസിലെ ആളുകൾ കാണും, അത് വലിയ അപകടമാണ്, വലിയ പ്രശ്നമാണ്, സുരക്ഷാ പ്രശ്നം. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്താണെന്ന് അറിയാമോ? അത് ബോധമുള്ള ഒരു കമ്മീഷണറാണ് പറഞ്ഞത്, അവരുടെയൊക്കെ മുഖം അങ്ങ് മറച്ചോ, അതങ്ങ് ബ്ലർ ചെയ്ത് നിങ്ങൾ കൊടുത്തരും, കുഴപ്പമില്ലല്ലോ. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യം മാറി. അത് കൊടുത്തിട്ട് ഇല്ലാതെ കൊടുത്തോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗം റിമൂവ് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത് എഡിറ്റഡ് വെർഷനായിട്ട് വരുമെന്ന് പറഞ്ഞു. ശരിയാ, വരും. കാരണം ഇത് ഏതവനെയും കൊണ്ട് ഇരിക്കാമെന്നുള്ള ഈ ധാർഷ്യം അത് പോലീസുകാർക്ക് വേണ്ടതല്ല. ഇത് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കുണ്ടല്ലോ, ആളുകൾക്ക്, എല്ലാ പൊതുജനങ്ങൾക്കും പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു അവകാശം നമ്മുടെ നേരത്തെ ഇന്ത്യൻ പീനൽ കോഡ് കൊടുത്തിട്ടിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോഗിക്കാം. നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കാൻ വന്നാൽ, അകാരണമായിട്ട് ഒരാൾ ഉപദ്രവിക്കുന്നു, അല്ലെ കാരണം ഉണ്ടായിരുന്നു നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ, നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാനായിട്ട് മതിയായ ഫോഴ്സ് ചെലുത്താം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ, ചവിട്ടിന് തിരിച്ചുള്ള ചവിട്ട്, അത് നിങ്ങൾക്ക് ഇനി കൂടുതൽ കിട്ടാതിരിക്കാനാണ്. ഇതാണ് ഇതെന്താണെന്നറിയോ, നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ അതായത് 2016 നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരമേറ്റത് മുതൽ ഈ 2025 വരെയുള്ള 9 വർഷം 16 പേരെ കസ്റ്റോഡിയൽ ഡെത്താണ് കേരളത്തിലുണ്ടായത്. 16 കസ്റ്റോഡിയൽ ഡെത്ത്. ഏതാണ്ട് ആവറേജ് നോക്കിയാൽ ഒരു വർഷം 2 എണ്ണം വെച്ച് ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളെ ഇതുപോലെ രഹസ്യമായിട്ട് പിടിച്ചിട്ട് ഇടിച്ചാലും പലയിടത്തു നിന്ന് ഒരു ചവിട്ടും ചെയ്തപ്പോൾ ആ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനെ, ഒരു ചെറുപ്പക്കാരനെ കൊണ്ടിട്ട് ഇടിച്ചു കൊന്നില്ലേ ഇവർ? അയാളെ ബൂട്ടിട്ട് അയാളെ വയറ്റത്ത് ചവിട്ടി കൊന്നതാണ്.
അതേപോലെ എത്ര പേരെ. എന്നിട്ട് എന്താണെന്നറിയാമോ, ജട്ടിയുടെ എലാസ്റ്റിക്കിനകത്ത് കമ്പി തൂങ്ങിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ തൂക്കും. പോലീസ് സ്റ്റേഷനിലെ അതായത് പോലീസുകാരുടെ അവിടുത്തെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ഒരുത്തൻ തൂങ്ങിച്ചെത്തെന്നും പറഞ്ഞ് ഇന്നാൾ പറഞ്ഞു. എങ്ങനെ നടക്കും അത് ഇവരറിയാതെ? അതെല്ലാം കസ്റ്റോഡിയൽ ഡെത്താണ് ഇത് മുഴുവൻ. അതായത് എത്രയോ പേരെയാ കൊല്ലുന്നെന്നറിയാം നമ്മൾ. അത് ആരായാലും ശരി, അതിനെ യഥാർത്ഥത്തിൽ ചെറുക്കണം. അതിനെ ചെറുക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഈ അടി കൊണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അടി തന്നാൽ തിരിച്ചു കൊടുക്കാം, അതിന് ഒരു കുഴപ്പമില്ല, തിരിച്ചു കൊടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അങ്ങോട്ട് കയറി പോലീസുകാരെ ഉപദ്രവിക്കാൻ പോകരുത്. നിങ്ങളെ അടിക്കാൻ വന്നു കഴിഞ്ഞ് CCTV ഇല്ല, തെളിവില്ലല്ലോ, അതല്ലേ അവരും പറയുന്നത്. ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തേരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടേ കൊടുക്കാവൂ, അല്ലാതെ കിട്ടുന്നതിന് മുമ്പ് അടിക്കാൻ പോകരുത്. അത് പ്രശ്നമാവും. കാരണം നിയമാനുസരണമുള്ള നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പറയും, ഇനി ഒരു മുൻ ജഡ്ജിക്ക് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുൻ ജഡ്ജി മാത്രമല്ല, ഞാൻ ഒരു മനുഷ്യൻ കൂടാണ്. ഒരു മനുഷ്യന് കിട്ടേണ്ട പരിഗണന കിട്ടണം ആളുകൾക്ക്. അതിനുവേണ്ടി ഞാനിത് പറയുന്നതാണ്. അല്ലാതെ ഞാനിത് പോലീസുകാരെ ഉപദ്രവിക്കാനൊന്നും പറയുന്നതല്ല. നമ്മുടെ നിയമത്തെ ചവിട്ടിമതിക്കാനും പറഞ്ഞല്ല, നിയമാനുസരണമുള്ള അവകാശമാണ് ഞാൻ പറഞ്ഞത്. അത് കാരണം എന്താണെന്നറിയോ, അല്ലെ നമ്മളെല്ലാം നിന്ന് നീ എന്നെ അങ്ങ് കൊന്നു എന്ന് പറഞ്ഞ് അവിടെ കിടന്നു കൊടുക്കേണ്ട കാര്യമില്ല. അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ അവകാശം ഉന്നയിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വെറുതെ കയറി പോലീസുകാരെ കയറി ഉപദ്രവിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൂടെ ഞാൻ വ്യക്തമാക്കാം. അതായത് ഈ സർക്കുലറൊക്കെ ഉണ്ടല്ലോ, ഈ ജാഗ്രത കാണിക്കണം എന്ന് പറയുന്നതല്ല വേണ്ടത്. നിങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്നുള്ളതായിരിക്കണ്ടേ സർക്കുലർ. പോലീസ് സ്റ്റേഷനിൽ ആരെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും അറസ്റ്റ് ചെയ്താലോ കസ്റ്റഡിയിൽ എടുത്താലോ നിങ്ങൾ അതിനെ മൂന്നാം മുറയ്ക്ക് അവരെ വിധേയരാക്കാൻ പാടില്ല എന്നുള്ള ഒരു സർക്കുലർ കൊടുക്കുന്നതിന് പകരം ജാഗ്രത കാണിക്കണമെന്നൊക്കെ ഉള്ള സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിച്ചൊരു തോട്ടിക്കളയേണ്ടതല്ലേ ഈ സർക്കുലറൊക്കെ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.